ഈ തട്ടിപ്പും തരികടയും സ്വർണ്ണപ്പാളി വിവാദത്തെയൊക്കെ പൊളിച്ചെടുക്കാനും അദ്ദേഹം കാണിച്ച ധീരതയെ അഭിനന്ദിക്കാതിരിക്കാൻ തരമേ. ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്ത്രിമാർക്കും ശാന്തിക്കാർക്കും നൽകുന്ന പരമാധികാരം അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. ഈ ക്ഷേത്രത്തിൽ തന്ത്രിമാർക്കും ഈ ശാന്തിക്കാർക്കും പരമാധികാരം നൽകി മുന്നോട്ട് പോകുന്ന ആ പ്രവണതയിലൂടെ ക്ഷേത്രത്തിൽ എത്രയേറെ ധാർമ്മികമായി വളർച്ചയുണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. രജനീഷേ, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ കേട്ടല്ലോ, തന്ത്രിമാരും ശാന്തിക്കാരും ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും തലപ്പത്തെത്തി അവർക്ക് തോന്നിയ പാട് വിശ്വാസികളെയും ഭക്തജനങ്ങളെയും എന്തു പറഞ്ഞാലും അവർ പറയുന്നതാണ് ശരി. രജനീഷ് തോന്നിയില്ലേ ശബരിമലയിൽ നടക്കുന്ന തട്ടിപ്പുകളൊക്കെ ഇതല്ലേ? അതെ, ഇപ്പോൾ ഇവിടെ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു കാര്യം, സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടു കഴിഞ്ഞു. പക്ഷേ സ്വാമി പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തോന്നിയില്ലേ? തീർച്ചയായിട്ടും ജോചേട്ടന് തോന്നിയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തുന്ന ആളാണ് ഈ ശിവഗിരി മഠം പ്രസിഡന്റ് കൂടിയായ സച്ചിദാനന്ദ സ്വാമി. പക്ഷേ സ്വാമി പോലും ഈ ഒരു വിഷയത്തിൽ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാകും സ്വാമി എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികരണം പോലും പറയാതെ. അതിനകത്ത് രസകരമായ സംഭവം, ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു സെലിബ്രിറ്റി ഒരു പെൺകുട്ടി വന്ന് ഒരു റീൽ എടുത്തപ്പോൾ ഇവിടുത്തെ ചില ആളുകളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടി നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഈ അടുത്ത കാലത്ത് ഗുരുവായൂരിൽ ഒരു പെൺകുട്ടി അവിടുത്തെ കുളത്തിലിറങ്ങി കഴുകി എന്നും പറഞ്ഞ് അത് വലിയ വിവാദമാകുകയും പുണ്യമുഖം തളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, അതൊക്കെ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം, അതിനൊക്കെ മാറ്റമുണ്ടാകണം. ശിവഗിരി മഠം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നവീനമായ ചിന്താഗതിയോട് കൂടി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന ചില ഇതുണ്ടല്ലോ, ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ, ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മുതലെടുക്കുന്നത് ആരാണ് എന്നൊക്കെ സ്വാമിജിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. ശിവഗിരി മഠം തികച്ചും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അതായത് കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സർവ്വ മതത്തിലുള്ള ആളുകൾക്കും യഥേഷ്ടം പ്രവേശിക്കുകയും ഇവിടെ വരികയും ആരാധന നടത്തുകയും വന്നു പോവുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ മാതൃകാ സ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടോ ഒരു പ്രത്യേക കെട്ടിടമോ അല്ല, അത് കേരളമാണ്. എന്നിട്ട് സ്വാമി പറയുന്നുണ്ട്, നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം അങ്ങനെ ആയിട്ടില്ല, അല്ലേ? ശ്രദ്ധിച്ചില്ലേ? അതെന്തുകൊണ്ടാവും? വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വർക്കല എന്ന് പറഞ്ഞ കാര്യവും സ്വാമിജി പറയുന്നത്. പക്ഷേ ഈ വെള്ളാപ്പള്ളിയുടെ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചോദ്യത്തോട് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രതികരണം നടത്തിയില്ലെന്ന് ജോഗി തോന്നിയില്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ കാര്യം പറയും. വെള്ളാപ്പള്ളിക്ക് സങ്കടമുണ്ട്, കാരണം ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കാതെ പോകുന്നതിനുള്ള സങ്കടമായിരിക്കും അദ്ദേഹം വിളിച്ചു പറയുന്നതെന്ന് സ്വാമി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. അദ്ദേഹത്തിനും അറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ഒരു ഏകലോക ദർശനമാണ്. പക്ഷേ ആ ഏകലോക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. പക്ഷേ ആ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാതെ പോകേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ആ വിഷയം കൃത്യമായിട്ട് അന്നവിടെ കവർ ചെയ്തു. അതായത് ഒരു വലിയ ചർച്ചയിലോട്ട് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ വാർത്തയുടെ ഒരു സവിശേഷതയാണ്, ഒരു വാർത്ത കിട്ടുന്നു, ഒരു അപ്പകഷ്ണം കിട്ടുന്നു, അത് കുറച്ച് കഴിയുമ്പോഴേക്കും വേറൊന്ന് കിട്ടുന്നു, അതിന്റെ പുറകെ പോകുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞു, ജാതി കൃത്യമായിട്ട് പറയും, നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ല. സ്വാമിജി പറയുന്നത് ജാതി പറയേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാവർക്കും തുറന്നു കൊടുത്തിരിക്കുന്നതാണ്, രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്. അതാണെന്ന് സ്വാമിജി പറഞ്ഞത്. മതം പറയാതെ ജാതി പറയാതെ ഗുരുദേവനെ ഏകത്വത്തിൻ്റെയും, അതായത് എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ ജാതിയും ഒന്നാണെന്ന് പറഞ്ഞ ഗുരുവിനെ പ്രകീർത്തിക്കാൻ കേരളം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസ്താവന നടത്തിയ വേദി ഒരു ചെറിയ വേദിയല്ല, ഒരു വലിയ വേദിയാണ്. വലിയ 10,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. പോരാത്തതിന് 2 കോടി രൂപ 3 ദിവസം കൊണ്ട് മുടക്കി സ്ഥാപിച്ച ശിവഗിരി യൂണിയന്റെ ഉദ്ഘാടന വേദി കൂടിയായിരുന്നു അത്. അതൊക്കെ നമ്മുടെ ചില വിഷ്വലൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടാവും. ഏതായാലും ഇന്ന് സച്ചിദാനന്ദ സ്വാമിയെ കാണാനും അദ്ദേഹം ഈ തന്ത്രിമാരെ
പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ ശക്തമായി പ്രതികരിക്കാനും പ്രത്യേകിച്ച് പരോക്ഷമായെങ്കിലും ശബരിമലയിൽ നടക്കുന്ന ഈ തട്ടിപ്പും തരികടയും സ്വർണ്ണപ്പാളി വിവാദത്തെയൊക്കെ പൊളിച്ചെടുക്കാനും അദ്ദേഹം കാണിച്ച ധീരതയെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ സ്വാമിജി നടത്തുന്ന പ്രതികരണങ്ങൾ വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കാര്യം സച്ചിദാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹം മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ശക്തമായ വാക്കുകളിലൂടെ പ്രതികരിക്കുന്ന ആളാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു വെച്ചു. തന്ത്രിമാരും ഈ ശാന്തിക്കാരുമൊക്കെ എന്ന് ഇതിന്റെ അധികാര തലപ്പത്ത് വന്നു അന്ന് തുടങ്ങി അധപതനം. രജനീഷിനും അനീഷിനുമൊപ്പം VS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.